മോക്ഷദ ഏകാദശിയെ പൂർവികർക്ക് മോക്ഷം നൽകുന്ന ഏകാദശി എന്നാണ് വിളിക്കുന്നത്. മോക്ഷദ ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മരണാനന്തര മോക്ഷം ലഭിക്കും എന്നും പറയപ്പെടുന്നു. ഗീതാജയന്തി ദിവസം തന്നെയാണ് മോക്ഷദ ഏകാദശിയും വരുന്നത്. ഈ രണ്ട് പുണ്യദിനങ്ങളും ഒരേ ദിവസം തന്നെ വരുന്നതിനാൽ ഈ ദിവസം ചില പ്രതിവിധികൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നേടാൻ സാധിക്കും. ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. മോക്ഷദ ഏകാദശിയും ഗീതാജയന്തിയും ഒരേ ദിവസമായതിനാൽ ഈ ദിവസം 11ാം വിശ്വരൂപ ദർശന യോഗവും 18ാം അധ്യായമായ മോക്ഷ സന്യാസ യോഗവും പാരായണം ചെയ്യണം. അവ പാരായണം ചെയ്യുന്നത് ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും. ആശങ്കകൾ അകറ്റാൻ. ഈ ശുഭദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവുകയും ചെയ്യും. അതോടൊപ്പം കുടുംബത്തിലെ എല്ലാ ആശങ്കകളും അകറ്റാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും സാധിക്കുന്നതാണ്. സന്തോഷവും സമ്പത്തും വർദ്ധിപ്പിക്കാൻ. പുരാണങ്ങൾ അനുസരിച്ച് ആത്മീയ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള ആളുകൾ ഈ ശുഭദിനത്തിൽ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. 5, 9, 11, 21 എന്നിങ്ങനെ ഒറ്റ സംഖ്യകളിൽ എപ്പോഴും ദാനം ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തും സന്തോഷവും വീട്ടിൽ നിലനിൽക്കുകയും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹം വളരുകയും ചെയ്യും. മോക്ഷം നേടാൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് ഗീത ഉപദേശിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രം വീട്ടിൽ വെച്ച് ആരാധിക്കുക. ഈശ്വര ആരാധനയ്ക്ക് ശേഷം ദരിദ്രർക്കും അഗതികൾക്കും ഭക്ഷണം ദാനം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും മോക്ഷം നേടാനാവുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറപ്പെടുകയും ചെയ്യും. ഭാഗ്യം വരുത്താൻ. സർവാർത്ഥ സിദ്ധി യോഗം, അമൃതസിദ്ധി യോഗം തുടങ്ങിയ വളരെ ശുഭകരമായ യോഗങ്ങൾ മോക്ഷദ ഏകാദശിയുടെയും ഗീതാജയന്തിയുടെയും നാളിലാണ് രൂപപ്പെടുന്നത്. അതിനാൽ ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം വളരെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും പിതൃദോഷം അകറ്റുകയും ചെയ്യും. ഗീതാജയന്തി ആരാധനാ രീതി. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. ഗീതാജയന്തി ദിനത്തിൽ ബ്രഹ്മചര്യം പാലിക്കുക. ഇതോടൊപ്പം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക. ഇതിനുശേഷം ഗംഗാജലം വെള്ളത്തിൽ കലർത്തി കുളിക്കുക. വീട്ടിലോ ക്ഷേത്രത്തിൽ പോയോ ശ്രീകൃഷ്ണനെ ആരാധിക്കുക. മഞ്ഞപ്പൂക്കൾ, ധൂപദീപങ്ങൾ മുതലായവ സമർപ്പിക്കുക. ഈ സമയം ഗീതാപാരായണം ചെയ്യുക. തുടർന്ന് വൈകുന്നേരം ആരതിയും പ്രാർത്ഥനയും നടത്തിയ ശേഷം പഴങ്ങൾ കഴിക്കുക. അടുത്ത ദിവസം വ്രതം മുറിക്കാവുന്നതാണ്.